ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിനെ കുറിച്ച് അതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഏതൊരു ടൈം ഡൊമെയിൻ സിഗ്നൽ ഉണ്ടെങ്കിലും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ടേമിലേക്ക് നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് കമ്പോണൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു ടൈം ഡൊമെയിൻ സിഗ്നലാണ്. അപ്പം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം നമുക്ക് ഏതൊരു ടൈം ഡൊമെയിൻ സിഗ്നലിനെയും അതിൻ്റെ സൈൻ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു സൈൻ വേവ് കൺസിഡർ ചെയ്യാമെന്ന് വെച്ചോ. അപ്പം നമ്മളുടെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് വേവ് ആണ്. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയുടെ സൗണ്ട് വേവ് ആണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വേറൊരു സൗണ്ട് വേവ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തായിരിക്കും നമുക്ക് ടൈം ഡൊമെയിൻ വ്യൂവിൽ കിട്ടുന്നത്. ഇതാണ് ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. അപ്പം അതിനകത്ത് ആ ട്രസ്റ്റ് തമ്മിൽ ആഡ് ചെയ്തും അതുപോലെ ട്രഫും തമ്മിൽ ക്യാൻസൽ ചെയ്തും വരും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആ പ്രഷർ സിഗ്നൽ ആ ഒരു ഫോമിലായിരിക്കും നമുക്ക് ടൈം ഡൊമെയിനിൽ സിഗ്നൽസ് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. ആ ട്രസ്റ്റ് ടേംസും കാണും, ചിലത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി ട്രഫായിട്ടും വരും. അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഇത് കിട്ടുന്നത്. നമുക്ക് നമ്മൾ സൗണ്ട് വേവ് അല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽ ടൈം ഡൊമെയിനിൽ വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സിഗ്നലിനെയും നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് സൈൻ ഫോംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് സൈൻ ഫോംസിൽ. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വേറൊരു ടൈം ഡൊമെയിൻ സിഗ്നലാണ്. അതിനകത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ആ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി കമ്പോണൻസ് ആയിട്ട് നമുക്ക് അതിൻ്റെ സം ഫോംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ക്വയർ വേവ് ആണെങ്കിലും ട്രയാങ്കിൾ വേവ് ആണെങ്കിലും ഏതൊരു ഫോം ആണെങ്കിലും നമുക്ക് ഇൻ ടേംസ് ഓഫ് സൈൻ വേവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ രണ്ട് സിഗ്നൽ കൺസിഡർ ചെയ്യാണ്. ഒന്ന് 3 ഹെർട്സും മറ്റ് 2 ഹെർട്സും ആണ്. അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് ആ ഫ്രീക്വൻസി ഡൊമെയിനിൽ കറസ്പോണ്ടിങ് ആയിട്ട് 2 പീക്സ് കാണാൻ പറ്റും. അത് ടൈം ഡൊമെയിൻ വരുമ്പോഴത്തേക്ക് നമുക്കതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ 2 പീക്സ് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 ഹെർട്സിൻ്റെ പീക്ക്, സെക്കൻഡ് 3 ഹെർട്സിൻ്റെ പീക്ക് രണ്ടും കൂടെ സം ചെയ്തായിരിക്കും ഫ്രീക്വൻസി ഡൊമെയിനിൽ നമ്മൾ ട്രാൻസ്ഫോം വ്യൂ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു സിഗ്നലിനെയും നമുക്ക് ഡിഫറെൻറ്റ് സൈൻ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം സൗണ്ട് എഡിറ്റിംഗ് അങ്ങനത്തുള്ളൊക്കെ ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് സപ്പോസ് നമുക്കിപ്പോൾ ഒരു നോയിസ് അല്ലെങ്കിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ അഡ്വാൻറ്റേജ് ആണെന്ന് നോക്കാം. ഇത് സപ്പോസ് ദിസ് ഈസ് അവർ റെക്കോർഡഡ് സൗണ്ട് വേവ്. ഓക്കെ, അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് കണ്ടിട്ട് ആ ഒരു ഹയർ ഫ്രീക്വൻസി കണ്ടില്ലേ, അത് ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എവിടെയാണെന്നുള്ളത്. അപ്പോൾ അതങ്ങ് റിമൂവ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും, നമുക്ക് ആ നോയ്സ് റിമൂവ് ആവുകയും ചെയ്യും. വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം നമുക്ക് ഒറിജിനൽ സിഗ്നലിൽ കൺവേർട്ട് ചെയ്യാനും പറ്റും. അതാണ് അതിൻ്റെ ട്രാൻസ്ഫോംസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നോയ്സ് റിമൂവ് ചെയ്ത് ഒറിജിനൽ സിഗ്നൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ആപ്ലിക്കേഷൻ. ഇത് കുറേ സിഗ്നൽ പ്രോസസ്സിങ്ങിനകത്ത് ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം വേരി ചെയ്യുന്ന. അപ്പോൾ ഇതിനെ ഫിൽട്ടർ ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി ഒരു ലീനിയർ ഷിഫ്റ്റ് ഇൻവേരിയൻസ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് 2 ടേംസ് ഉണ്ട്, ലീനിയാരിറ്റി ഉണ്ട്, അതുപോലെ ഷിഫ്റ്റ് ഇൻവേരിയൻസ് അല്ലെങ്കിൽ ടൈം ഇൻവേരിയൻസ് ഉണ്ട്. ഫസ്റ്റ് ലീനിയാരിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പർട്ടിക്കുലർ നമ്മൾ 2 സിഗ്നൽ കൺസിഡർ ചെയ്യിക്കണം, ഒന്ന് റെഡും ഒന്ന് ബ്ലൂവും. അത് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് കിട്ടി. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ രണ്ടിനും കൂടെ കോമ്പിനേഷൻസ് ആയിട്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ ഔട്ട്പുട്ടും അതിൻ്റെ കോമ്പിനേഷനായിട്ട് കിട്ടുകയാണെങ്കിൽ സിസ്റ്റം ഈസ് ലീനിയർ. അത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ടൈം ഇൻവേരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് പർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട്, LTE സിസ്റ്റം ഉണ്ട്. അതിലേക്ക് ഒരു സൈൻ വേവ് കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് ഒരു വേവ് ഫോം കിട്ടി. ഒരു 1 അവർ കഴിഞ്ഞിട്ട് നമ്മൾ ആ സെയിം സൈൻ വേവ് കൊടുക്കുകയാണ്. അപ്പോൾ സെയിം ഔട്ട്പുട്ടിന് കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ ടൈം ഇൻവേരിയൻസ് പറയാം. അപ്പോൾ രണ്ടും കൂടെ ഒബേ ചെയ്യുന്നതിന് നമ്മൾ LTE സിസ്റ്റം എന്ന് പറയും, ലീനിയർ ടൈം ഇൻവേരിയൻസ് സിസ്റ്റം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു സിഗ്നൽ ഉണ്ട്, കാണിച്ചിരിക്കുന്നതാണ് നോയ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളതിനൊരു LTE സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫിൽറ്ററിലേക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫിൽറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്.
അപ്പോഴത്തേക്ക് ഒറിജിനൽ സിഗ്നലിൽ റെഡ് കളർ ആയിരുന്നു നമ്മളുടെ നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിൽറ്റർ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ആ അൺവാണ്ടഡുള്ള നോയ്സിന് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അത് ആ ഫ്രീക്വൻസി ഡൊമൈനിൽ കൺവേർട്ട് ചെയ്തെങ്കിൽ നമുക്ക് ആക്ച്വൽ ഫ്രീക്വൻസി ഏതാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒറിജിനൽ സിഗ്നലിൻ്റെ സ്പെക്ട്രം ഒന്ന് കാണിക്കുകയാണ്. ബ്ലാക്ക് കളറാണ് നമ്മൾ ഒറിജിനൽ സിഗ്നൽ, റെഡ് കളറാണ് നമ്മളുടെ നോയ്സിൻ്റെ സ്പെക്ട്രം. ആക്ച്വലി ഇവിടെയാണ് നമ്മളുടെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾ ഒറിജിനൽ സിഗ്നൽ സൈൻ വേവ് ഉണ്ട്, അതിൻ്റെ സ്പെക്ട്രം നമ്മളിപ്പോൾ ഇതിനകത്ത് വ്യൂ ചെയ്യുന്നുണ്ട്. റെഡ് കളറാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ നോയ്സ്. ഫോറിയർ എന്നൊരു സയൻറ്റിസ്റ്റാണ് ഫോറിയർ ട്രാൻസ്ഫോം ഡെവലപ്പ് ചെയ്തത്, ജോസഫ് ഫോറിയർ. ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തായിരുന്നു സൈൻസ് ആൻഡ് കൊസൈൻസിൻ്റെ ഫോംസിൽ ഫോറിയർ. ഇപ്പോൾ ഒരു പീരിയോഡിക് സിഗ്നലിൻ്റെ കേസ് ആണെങ്കിൽ ഫോറിയർ സീരീസ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും സിഗ്നലിനെ. ഒരു നോൺ പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ വി വിൽ യൂസ് ഫോറിയർ ട്രാൻസ്ഫോം. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, സീരീസ് ആൻഡ് ട്രാൻസ്ഫോം. ഇപ്പോൾ നേരത്തെ കാണിച്ച ഒരു സൈൻ വേവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം എടുക്കുമ്പോഴത്തേക്ക് ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ഉണ്ട്. ലോ ഫ്രീക്വൻസിയാണ് നമ്മൾ നോയ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ ഒരു ഫിൽറ്റർ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ആ റെഡ് ബാൻഡ്സിന് നമുക്ക് ഈസി ആയിട്ട് ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ റിമൂവ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പെക്ട്രത്തിൽ നിന്ന് നോയ്സ് റിമൂവ് ചെയ്തിട്ട് ഒറിജിനൽ സിഗ്നൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും.